ദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 39-ാമത്തെ അധ്യായം മുതൽ 42-ാമത്തെ അധ്യായം വരെ, അതും കൂടിയിട്ട് 4 അധ്യായം ലക്ഷ്മിയെക്കുറിച്ച് പറയണം. ലക്ഷ്മി വിവാഹം, പാലാഴിമഥനം, ധന്വന്തരി അവതാരം, അങ്ങനെ ദേവന്മാർക്ക് ദുർവാസാവിൻ്റെ ശാപം കിട്ടിയത് മുതൽ എല്ലാവർക്കും ഐശ്വര്യം മുഴുവൻ കിട്ടിയത് ഒടുക്കം ഇന്ദ്രൻ പൂജിക്കുന്നതായിട്ടുള്ള രംഗം വരെ വളരെ വിസ്തരിച്ചാണ് പറയണത്. ലക്ഷ്മി ഭഗവാനെ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള രംഗം എല്ലാ അർത്ഥത്തിലും എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ലഭിക്കുക, ദേവന്മാർക്ക് കിട്ടിയാലേ ബാക്കിയുള്ളവർക്ക് കിട്ടുക, അതിനെക്കുറിച്ച് പറയുകയാണ്. 4 അധ്യായങ്ങളെ കൊണ്ടാണ്. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 39-ാം അധ്യായം. നാരദൻ. ഓം അരൂപയായി മൂലദേവിയാമഗായത്രി തൻ പുകൾ കേട്ടേൻ സുനിർമ്മലം ധർമ്മസാവിത്രി ഭാഷണത്തിൽ ഞാൻ. തദ്ഗുണോത്കീർത്തനം നൂനം സർവമംഗളമംഗളം ലക്ഷ്മി ഉപാഖ്യാനവും ഇനി കേൾക്കാനിച്ഛിപ്പു ഞാൻ പ്രഭോ. എമ്മട്ടുണ്ടായി ആര് അവളെ ഏതിനാൽ പൂജ ചെയ്തതും തദ്ഗുണങ്ങളെയും വാഴ്ത്തി തന്നാലും വേദവിത്തമാ. ശ്രീനാരായണൻ സൃഷ്ടി തന്നാദിയിൽ സാക്ഷാൽ കൃഷ്ണവാമാംഗജാതയായി പിറന്നാളാ രാസമണ്ഡലത്തിൽ സുന്ദരി രാധിക. എന്നും വയസ്സു 12 സ്ഥിര യൗവനമൊത്തവൾ പേരാലിൻ ചിടപോൽ തിങ്ങും നീലക്കാർ കുഴലാണ്ടവൾ. വെൺചമ്പകപ്പൂ നിറമോലുന്ന മോഹനരൂപവും തെളിഞ്ഞ മുഴുവാർ തിങ്കൾ കോടി തോൽക്കുന്ന വക്ത്രവും വിരിഞ്ഞുമിന്നും ചെന്താരിൻ കാന്തി ചോരുന്ന നേത്രവും പൂണ്ടാരാദേവി 2 തീർന്നാൾ സർവേശ്വരേച്ഛയാൽ. ഇതിവിടെ രാധയെയാണ് ഉദ്ദേശിച്ചത്. 16 വയസ്സുള്ള കൃഷ്ണനും 12 വയസ്സുള്ള രാധയും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ശ്രീനാരായണ ഭഗവാനാണ് നാരദനോട് കഥ പറയണത്. കൃഷ്ണനും 2, ലക്ഷ്മിയും 2. കൃഷ്ണൻ 4 കൈയായിട്ടുള്ള വിഷ്ണുവായിട്ടും 2 കൈയുള്ള കൃഷ്ണനായിട്ടും, അതേപോലെ രാധ 2 കൈയുള്ള രാധയായിട്ടും 4 കൈയുള്ള ലക്ഷ്മിയായിട്ടും. കൃഷ്ണനും രാധയും ഗോലോകത്തിൽ, വിഷ്ണുവും ലക്ഷ്മിയും വൈകുണ്ഠത്തിലും. ഇങ്ങനെയാണ് 2 പേരും പോയത്, 2 മിഥുനങ്ങളായിട്ട് പോയത് എന്ന് പറയാണ്. ശ്രീ മഹാദേവ്യൈ നമ. വിരിഞ്ഞുമിന്നും ചെന്താരിൻ കാന്തി ചോരുന്ന നേത്രവും പൂണ്ടോരാ ദേവി 2 തീർന്നാൾ സർവേശ്വരേച്ഛയാൽ. ഒരേ വർണ്ണം ഒരേ രൂപം ഓജസ്സും കാന്തിയും തഥാ വയസ്സും വസ്ത്രവും ഭൂഷാജാലവും ഗുണകീർത്തിയും വാക്കും നോക്കും പുഞ്ചിരിയും പ്രേമവും സർവമൊന്നുതാൻ. ഇടഭാഗം മഹാലക്ഷ്മി, വലഭാഗത്തു രാധയും. പരാൽപരൻ ദ്വിഭുജനെ വരിച്ചാൽ രാധയാദ്യമായി. ശ്രീ മഹാദേവ്യൈ നമ. ഓം ഇടഭാഗം മഹാലക്ഷ്മി, വലഭാഗത്തു രാധയും. പരാൽപരൻ ദ്വിഭുജനെ വരിച്ചാൽ രാധയാദ്യമായി. ശ്രീകൃഷ്ണനെ 2 കൈയുള്ള രാധ വേളിയച്ചു. കാമിച്ചാൽ ലക്ഷ്മിയ കാന്തിധാമത്തെ തത്തദനന്തരം. ആ ഗൗരവത്താൽ ഭഗവാൻ 2 തീർന്നതു തൽക്ഷണം. വലഭാഗം ദ്വിഭുജനായി, ഇടഭാഗം ചതുർഭുജൻ. സ്നേഹാർദ്രദൃഷ്ടിയാൽ വിശ്വം ലക്ഷിക്കും നോക്കുമേതൊരാൾ. ദേവിമാരിൽ ശ്രേഷ്ഠയുമാർ ആ മഹാലക്ഷ്മിയെ തഥാ. ദ്വിഭുജൻ 4 കൈയാണ്ട തന്നംശത്തിനു നൽകിനാൻ. ദ്വിഭുജൻ രാധതൻ കാന്തൻ, ലക്ഷ്മീകാന്തൻ ചതുർഭുജൻ. സത്വരൂപിണി താൻ ഗോപഗോപിമാർ ചൂഴ്ന്ന രാധയും. ചതുർഭുജൻ പത്മയൊത്ത് പൂകി വൈകുണ്ഠമാംപുരം. കൃഷ്ണനും വിഷ്ണുവും 2 തുല്യാംശർ ശ്രേഷ്ഠരായവർ. നാനാരൂപം പൂണ്ട് പിന്നെ ശക്തിയാൽ ലക്ഷ്മിയാമവൾ. വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി ശുദ്ധ സത്വസ്വരൂപയായി. പ്രേമത്താൽ വിഷ്ണുവിൻ പത്നിമാരിൽ സർവപ്രധാനയായി. സർവസൗഭാഗ്യവതിയായി വാണാൾ സമ്പൂർണ്ണ ലക്ഷ്മിയായി. ഇപ്പോൾ ഇവിടെ വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി പത്നിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗംഗയും സരസ്വതിയുമൊക്കെ മഹാവിഷ്ണുവിൻ്റെ പത്നിമാരായിട്ടുണ്ടായിട്ടുണ്ട്. ഈ സ്വാഹ ഇങ്ങനെ അനവധി ദേവിമാർ മഹാവിഷ്ണുവിൻ്റെ പത്നിമാരാണ്. പിന്നെ അവരൊക്കെ
ബ്രഹ്മാവിൻ്റെ ഈ പ്രാർത്ഥന പ്രകാരം മറ്റ് പല ദേവന്മാരുടെ പത്നിമാരായിട്ട് അംശം കൊണ്ട് ഈ ലോകത്തിന് ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് ആയിത്തീർന്നു, പത്നിമാരായിട്ട് തീർന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതിങ്ങനെ ക്രമേണയായിട്ടാണ് 9-ാം സ്കന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അഷ്ടലക്ഷ്മിയായിട്ട് മഹാലക്ഷ്മി മാറി എന്ന് പറയുകയാണ്. ആദിലക്ഷ്മി, ജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഗജലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി. അപ്പോൾ അതിലിവിടെ പറയണത് സ്വർഗലക്ഷ്മി, നാഗലക്ഷ്മി, രാജലക്ഷ്മി, ഗൃഹലക്ഷ്മി, സുരഭി ച പശു, അതുപോലെ ദക്ഷിണ, ശ്രീരൂപി, ശ്രീസ്വരൂപിണി, കാന്തിരൂപ, അങ്ങനെ അനവധി ധാരാളമുണ്ട്. എത്രയാണെന്ന് ചോദിച്ചാൽ മുഴുവൻ പറയാൻ നിവൃത്തിയില്ല. ലക്ഷ്മി ഒരു പ്രധാന എന്ന നിലയ്ക്കാണ് പറയുക. സർവസൗഭാഗ്യവതിയായി വാണാൾ സമ്പൂർണ്ണ ലക്ഷ്മിയായി സ്വർഗത്തിലോ സ്വർഗലക്ഷ്മി, ശക്ര സമ്പൽ സ്വരൂപിണി, പാതാളത്തിൽ നാഗലക്ഷ്മി, രാജലക്ഷ്മി, നൃപാലരിൽ അംശം കൊണ്ട് ഗൃഹസ്ഥന്മാരുടെ ഓരോ ഗൃഹത്തിലും ശുഭസമ്പദ് രൂപിണിയായി വാഴുന്നു ഗൃഹലക്ഷ്മിയായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യമാർ അവരൊക്കെ സ്വതേ ഗൃഹലക്ഷ്മിമാരാണ്. ആ രീതിയിൽ വേണം സ്വതേ അവരെ കാണാൻ. അത് കലികാലമായതുകൊണ്ടാണ് ആ രീതിയിൽ കാണാത്തത്. കശ്യപനൊക്കെ ദിതിയെ പോലും ലക്ഷ്മി സ്വരൂപിണിയായിട്ടാണ് കാണാറ്. ദിതി സ്വതേ ദൈത്യന്മാരുടെ അസുരന്മാരുടെ മാതാവാണ്. പക്ഷേ അവിടെ നിന്നും ആ ഒരു ഭേദബുദ്ധി ഇല്ലാന്ന് സാരം. അതേപോലെ തന്നെ ഈ പ്രാണിവർഗങ്ങൾ, പശു, ഇതിൻ്റെയൊക്കെ അമ്മമാർ കശ്യപൻ്റെ പത്നിമാരാണ്. അപ്പോൾ സരമ തൊട്ട് കുറേ ഉണ്ട്. അതിൽ പലരും ഈ വിനത, കദ്രു ഇതൊക്കെ അമ്മമാരായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പത്നിമാരെ ഈ കശ്യപൻ കണ്ടത് എന്ന് സാരം. ഇപ്പം നമ്മളും അതുപോലെ വേണം. പക്ഷേ കലികാലല്ലേ, അത് അങ്ങനെ തോന്നില്ല നമുക്ക്. അങ്ങനെയാണ്, അതൊക്കെ വിപരീതമായിട്ടാണ്. നമ്മൾ മീതിയും ആണുങ്ങൾ മീതിയും സ്ത്രീകൾ താഴെയും ഇങ്ങനെ തോന്നുക. അങ്ങനെ തോന്നരുത്. സ്ത്രീകൾക്കാണ് പ്രകൃത്യ, സ്ത്രീകളില്ലാച്ച മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആണുങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത അനവധി കാര്യങ്ങളുണ്ട്. അത് സ്ത്രീകൾക്കാണ് മുൻപന്തി. ആണുങ്ങളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയാം. സ്ത്രീകൾ മാത്രമായാലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാറുണ്ട്. അതിന് ചില നിയമ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പോട്ടെ, നമുക്ക് അതിൻ്റെ ആ വിഷയത്തിലില്ല. ഏതായാലും സ്ത്രീക്ക് തുല്യതയെങ്കിലും കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയണം. അംശം കൊണ്ട് ഗൃഹസ്ഥന്മാരുടെ ഓരോ ഗൃഹത്തിലും ശുഭസമ്പദ് രൂപിണിയായി വാഴുന്നു ഗൃഹലക്ഷ്മിയായി. ഗോക്കൽ തൻ അമ്മ സുരഭി, യജ്ഞം തൻ പത്നി ദക്ഷിണ, പാലാഴി തൻ കന്യ പൊൽത്താർ പൊയ്കയിൽ ശ്രീ സ്വരൂപിണി. ചന്ദ്രങ്കലും സൂര്യമണ്ഡലത്തിങ്കിലും കാന്തിരൂപയായി, രത്നങ്ങളിൽ ഭൂഷകളിൽ നേരിലും നൽപഴത്തിലും, രാജാക്കളിൽ രാജ്ഞിമാരിൽ ഗൃഹത്തിൽ ദിവ്യനാരിയിൽ, സസ്യത്തിൽ വസ്ത്രങ്ങളിലും നൽ സ്ഥലങ്ങളിലൊക്കെയും, ദേവന്മാർ തൻ പ്രതിമയിൽ നന്മംഗളഘടങ്ങളിൽ, മാണിക്യം മുത്ത് വൈരം തൊട്ടുള്ള സദ്രത്നമേതിലും, മാല്യം പാൽ ചന്ദനം പുത്തൻ വസ്തുവിൽ പുതുകൊണ്ടലിൽ, നന്മരക്കൊമ്പിലും വാഴ്വു ചിത്തഹാരിണിയായി രമ. ഇവിടെ ഏതൊരു വസ്തുവിനെ കണ്ടാലും അതിലൊരു ആകർഷകത്വം ഉണ്ടെങ്കിൽ അത് ലക്ഷ്മിയാണ് എന്നാണ്. അപ്പോൾ കുട്ടികളിൽ, അതുപോലെ പൂക്കളിൽ, തളിരിലകളിൽ, മൂത്ത് പഴുത്തുള്ള നല്ല പഴത്തിൽ ഒക്കെ ഒരു പ്രത്യേക ആകർഷണമുണ്ടല്ലോ. അതൊക്കെ ലക്ഷ്മിയുടെ സാന്നിധ്യമാണ്. ഹരി പൂജിച്ചിതവളെ വൈകുണ്ഠത്തിങ്കൽ ആദ്യമായി, പിന്നെ ബ്രഹ്മാവ് പൂജിച്ചു, പിന്നെ ഭക്തിയാ ഗിരീശനും പൂജിച്ചു, വിഷ്ണു പാലാഴിയിങ്കൽ സ്വയംഭുവൻ മനു പൂജിച്ചാനി ഭാരതത്തിൽ, പിന്നെ എല്ലാ നരേന്ദ്രരും മുനിമാർ ഋഷികളും സജ്ജനങ്ങൾ ഗൃഹസ്ഥരും പൂജിച്ചു, ഗന്ധർവന്മാരും പാതാളത്തിങ്കൽ നാഗരും, കന്നിമാസത്തിലെ ശുക്ല അഷ്ടമി തൊട്ട് ചതുർമുഖൻ പൂജിച്ചു പൗർണമി വരെ, പിന്നെ മൂലോകവും മുനെ മകരം കന്നി മേടത്തിൽ കുജവാരത്തിലും തഥാ പൂജിച്ചു വിഷ്ണു അവളെ, പിന്നെ മൂലകങ്ങളും വർഷാന്തമാം മകരസംക്രാന്തിക്കു മനുലക്ഷ്മിയെ പൂജിച്ചാനാദ്യമീ മന്നിൽ, പിന്നെ മൂലോകവും മുനെ പൂജിച്ചിന്ദ്രൻ അവളെ, മംഗളാഖ്യൻ നൃപേന്ദ്രനും കേദാരൻ സുബലൻ നീലൻ നളൻ തൊട്ട നൃപാലരും, ഉത്താനപാത നൃപനും ധ്രുവനും ബലിയും തഥാ കശ്യപൻ കർദമൻ ദക്ഷൻ വിവസ്വാൻ ശീതരശ്മിയും, പ്രിയവ്രതൻ വൈശ്രവണൻ പാവകൻ പൗമാനനും വരുണൻ യമനും മറ്റും പൂജിച്ചാരം മഹേഷിയെ. ഏവം സർവൈശ്വര്യവതി സർവസമ്പത് സ്വരൂപിണി, എങ്ങും ആരാലും എന്നെന്നും പൂജിക്കപ്പെട്ടു നാരദ. ലക്ഷ്മി ഉപാഖ്യാനം എന്ന 39-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇപ്പോൾ ലക്ഷ്മിയെ പൂജിക്കാത്തവരായിട്ട് ആരുമില്ല.
ഇനി ലക്ഷ്മിയുടെ സാന്നിധ്യം പാലാഴിയിൽ വന്നതും അതിനെക്കുറിച്ച് പറയുന്നതായിട്ടൊരു രംഗമാണ്. ശ്രീ മഹാദേവ്യൈ നമ. 40-ാം അധ്യായം. ശ്രീനാരദൻ. ഓം വൈകുണ്ഠത്തിങ്കലെ സാക്ഷാൽ വിഷ്ണുവിൻ പ്രിയപത്നിയാൽ വൈകുണ്ഠാധിഷ്ഠാതൃദേവി മഹാലക്ഷ്മി സനാതനി പാലാഴി പെറ്റ മകളായി തീർന്നതെങ്ങനെയോദനം ആരാധ്യം അവളെ സ്തോത്രം ചൊല്ലി പൂജിച്ചതും വിഭോ. ശ്രീനാരായണൻ. ദുർവാസസിൻ്റെ ശാപത്താൽ നഷ്ടശ്രീയായി പുരന്തരൻ പണ്ട് ദേവന്മാരുമൊത്തി ഭൂ അണഞ്ഞിതു നാരദ. അഴലും ചൊടിയും പൂവുണ്ട് നാഗലോകം വെടിഞ്ഞുടൻ വിലയിച്ചിതു വൈകുണ്ഠത്തിങ്കൽ താൻ നാഗലക്ഷ്മിയും. പിന്നെ ശോകാർത്തരായി ബ്രഹ്മസഭയിൽ ചെന്നു വിണ്ണവർ ബ്രഹ്മാവിനെയും മുൻനിർത്തിപ്പോയാർ വൈകുണ്ഠമാംപുരം. അണ്ണാക്കും തൊണ്ടയും വറ്റിവരണ്ട അധികദീനരായി പ്രാപിച്ചു ശരണം വിണ്ണോർ സാക്ഷാൽ ഹരിയെ ഈ വിധം. കലയാൽ ലക്ഷ്മി പിന്നീട് ആ പുരാണ പുരുഷാജ്ഞയാൽ സർവസമ്പദ്രൂപിണിയായി പിറന്നാൾ ആഴിമങ്കയായി. പിന്നെ ദേവകൾ പാലാഴി ദൈത്യരത്തു മധിക്കവേ പ്രാപിച്ചാൽ ലക്ഷ്മിയെ കണ്ടാൻ വിഷ്ണു ആ ദേവിയെ തഥാ. സുരർക്ക് വരവ് നൽകി സാദരം വനമാലയെ പാലാഴിയിൽ പള്ളികൊള്ളും വിഷ്ണുവിന്നേകിനാളവൾ. ദേവന്മാരസുരഗ്രസ്തം നാഗവും നേടി ലക്ഷ്മിയെ പൂജിച്ച ആപത്തൊക്കെ ഒഴിഞ്ഞാനന്ദിച്ചാർ മുനീശ്വര. അപ്പോൾ ആ കഥ ഒന്നിച്ചാണ് പറയണ്ടായത്. അങ്ങനെ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരദൻ അത് വിസ്തരിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദുർവാസാവിൻ്റെ ശാപം കിട്ടി. അപ്പോൾ ഐശ്വര്യവും ശ്രീയും ഒക്കെ പോയി. ദേവന്മാരും ഋഷികൾ പൗരർ ഭൂമി ഒക്കെ പ്രശ്നമായി. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ കണ്ടു. പാലാഴി കടഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പാലാഴി കടഞ്ഞു. അമൃത് കിട്ടി, എല്ലാവർക്കും കൊടുത്തു. ഒപ്പം രമ ആവിർഭവിച്ചു. ആ രമ വിഷ്ണുവിനെ വരിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് എല്ലാവർക്കും പഴയപടി തന്നെ എല്ലാ സുഖവും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ അത്ര ചുരുക്കി പറഞ്ഞാൽ പോരാ, അത് വിസ്തരിച്ച് പറയണമെന്ന് നാരദൻ പറഞ്ഞപ്പോൾ നാരായണൻ ആ കഥ വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണ്. ശ്രീനാരദൻ. ബ്രഹ്മജ്ഞൻ തത്വവിത്തായ ദുർവാസസാം മുനീശ്വരൻ ഏതു കുറ്റത്തിനാൽ എപ്പോൾ ശാപമേകിയതും പ്രഭോ. പാലാഴി മഥനം ചെയ്തത് ഏതുമട്ടിൽ സുരാദികൾ സ്തോത്രമേതാൽ സ്തുതിച്ചിന്ദ്രനുണ്ടായി തദ്ദർശനം മുനെ. ഇന്ദ്രനും മുനിയും തമ്മിൽ വഴക്കുണ്ടായതെന്തുവാൻ. ശ്രീനാരായണൻ. മൂലോകാധിപനാമിന്ദ്രൻ രംഭാസഹിതനായി പരം മാരക്രീഡയിലേർപ്പെട്ടു രഹസ്യത്തിൽ മധുമത്തനായി. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ മഹാലക്ഷ്മി നമ. ഓം മാരക്രീഡയിലേർപ്പെട്ടു രഹസ്യത്തിൽ മധുമത്തനായി പുഷ്പബാണാർത്തിയാൽ പാരം വ്യഗ്രനായി തീർന്ന വാസവൻ. ക്രമിച്ചാനൊരുവൻ കാട്ടിൽ കാമുകീഹൃതചിത്തനായി വൈകുണ്ഠവും വിട്ട് കൈലാസത്തിലേക്കെഴുന്നള്ളവേ. ദുർവാസസാം മാമുനിയെ കണ്ടാൻ വഴിയിൽ വാസവൻ. ജ്വലിക്കും ബ്രഹ്മതേജസ്സും ഗ്രീഷ്മമാർത്താണ്ഡ കാന്തിയും കാച്ചി മുക്കിയ തങ്കത്തിന്നിറവും ജലപാത്രവും ജടാകലാപവും തൂവൻ പൂണൂലും യോഗദണ്ഡവും പൂന്തിങ്കളൊത്ത കുറിയും മരത്തോൽ ഉടയാടയും പൂണ്ട് വേദജ്ഞരാമെണ്ണമറ്റ ശിഷ്യരോടൊത്തുടൻ. ദുർവാസാവ് സ്വതവേ വളരെയധികം ശ്രീത്വമുണ്ട്, നല്ല സുന്ദരനാണ്, എല്ലാം കൊണ്ടും പ്രത്യേകമായിട്ടുള്ള കാഴ്ചയ്ക്ക് വളരെ ഗംഭീരമാണ്. തേജസ്സുമുണ്ട്, തപസ്സിൻ്റെ പ്രഭാവമുണ്ട്. ചീത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പളെ പ്രതികരിക്കും, എന്തെങ്കിലും ഒരു ശിക്ഷയും കൊടുക്കും. ചീത്ത ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ശാപം ചിലപ്പോൾ ശാപമായിട്ടാണ് വരിക, അത് വലിയ കഥയായിട്ടാണ് വരിക. അപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ദുർവാസാവിനെ ഈ ക്ഷിപ്രഗോപി എന്ന നിലയ്ക്ക് ശിവാംശമാണല്ലോ, അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ദുർവാസാവ് വളരെ നല്ല ആളാണ്. അപ്പോൾ തെറ്റ് ചെയ്യാതെ കണ്ട് ദുർവാസാവിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ വലിയ ഗുണമാണ്. അത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുകയും ചെയ്യും. കാച്ചിമുക്കിയ തങ്കത്തിന്നിറവും ജലപാത്രവും ജടാകലാപവും തൂവൻ പൂണൂലും യോഗദണ്ഡവും പൂന്തിങ്കളൊത്ത കുറിയും മരത്തോലുടയാടയും പൂണ്ട് വേദജ്ഞരാമെണ്ണമറ്റ ശിഷ്യരോടൊത്തുടൻ. മുനിയെ കണ്ടു കുമ്പിട്ടാൻ മത്തനായ പുരന്തരൻ ശിഷ്യവർഗത്തെയും കൂപ്പി വാഴ്ത്തിനാൻ ഭക്തിപൂർവകം. നൽകിനാൻ ശിഷ്യരോടൊത്ത് ശുഭാശിസ്സുകളും തഥാ വിഷ്ണുദത്തം ജരാരോഗ മൃത്യുശോകഹരം ശുഭം മോക്ഷപ്രദം പാരിജാതസുമത്തെയും തഥാ മുനി. ശുക്രൻ ആ പുഷ്പവും വാങ്ങി ഐശ്വര്യത്താൽ പ്രമത്തനായി വെച്ചാൻ തൻ ഹസ്തി തൻ മസ്തകത്തിൽ അപ്പാടു താൻ സുമം. ഇവിടെ വിഷ്ണു ലോകത്തിൽ നിന്നും കിട്ടിയതായിട്ടുള്ള പ്രസാദമായിട്ടാണ് ഈ പാരിജാത പുഷ്പം, പാരിജാതമാല. അത് അപ്സരസ്സുകൾ കോർത്തത്, ഭഗവാന് ചാർത്തിയത്, അങ്ങനെയൊക്കെയാണ്.
അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പളേ ഉപയോഗിക്കണം. തലയിൽ ചൂടണം. ജരാരോഗങ്ങളൊന്നും ഇല്ലാണ്ടാവും. എന്തിന് മരണത്തെ പോലും ജയിക്കാൻ സാധിക്കും. 3 ആധികളും ഉണ്ടാവില്ല. മുക്തി കിട്ടും. അങ്ങനെയുള്ള ആ പാരിജാത പുഷ്പം ദുർവാസസ്സാണ് കൊടുക്കണത് ഇന്ദ്രന്. അതും ലക്ഷ്മി പ്രസാദമായിട്ട് വിഷ്ണുവിന് ചാർത്തിയത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ആനപ്പുറത്ത് വെച്ചു ആദ്യം. അപ്പോൾ ആനയ്ക്ക് മതിളകീന. എന്താ കാരണം? തനിക്ക് ആ ആനയ്ക്ക് എന്ത് കിട്ടി? ഈ ഐശ്വര്യം മുഴുവൻ കിട്ടി. അപ്പോൾ ആന മൃഗമാണ്. മൃഗത്തിൻ്റെ സ്വഭാവം കാണിച്ചു എന്നേ ഉള്ളൂ. അത് ഓടി. അപ്പോൾ അവിടെ നിയന്ത്രിക്കാൻ ഇന്ദ്രന് സാധിച്ചില്ല. ആ പൂവിൻ്റെയും മാലയുടെയും ഒക്കെ ഗന്ധം, അത് ഈച്ചയും പ്രാണികളൊക്കെ വന്നൊന്നും ചെവിയിലും കണ്ണിലൊക്കെ പോയി അങ്ങനെ കുറച്ചൊരു വിഷമം ഉണ്ടായി ആനയ്ക്ക്. അതുകൊണ്ട് അതിനെ എടുത്തു. പിന്നെ കാലിൻ്റെ ചോട്ടിൽ ഇട്ട് ചവിട്ടി. അതൊക്കെ ദുർവാസാവ് കാണുകയും ചെയ്തു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആന ഓടിയതാ കുഴപ്പമായത്. എന്തായാലും ഒക്കെ പ്രശ്നമായി. അപ്പോൾ ശ്രദ്ധിക്കാതെ കണ്ട് ഇങ്ങനെ വില പിടിച്ച ഈ വസ്തുവിനെ നശിപ്പിച്ചില്ലേ, അതുകൊണ്ട് ശാപം. എന്ത് കിട്ടിയാലും ആവാതെ പോട്ടെ, ശ്രീ നശിക്കട്ടെ എന്നാ. അത് ഈ കേമദ്രുമയാണ്. ശ്രീ എന്നുള്ളത് കിട്ടിയ വസ്തുവിനെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് ശ്രീ ഇല്ല എന്ന് പറയാനുള്ള കാരണം. അതാണ് ശാപം. അതാണ് ദുർവാസാവിൻ്റെ ശാപം. അപ്പം എന്തുണ്ടായത്? ആ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചപ്പോൾ ശക്രന പുഷ്പവും വാങ്ങി ഐശ്വര്യത്താൽ പ്രമത്തനായി വെച്ചാൻ തൻ ഹസ്തി തൻ മസ്തകത്തിൽ അപ്പാടു താൻ സുമം സ്പർശിച്ച മാത്രയിൽ താൻ ആ ഗജം രൂപഗുണങ്ങളാൽ തേജസ്സാലും വയസ്സാലും മാറിനാൻ വിഷ്ണുതുല്യനായി. ശക്രനെയും വിട്ട് ഘോര അരണ്യം പോകും ഗജേന്ദ്രനെ തടുത്തു നിർത്താൻ സാധിച്ചില്ല ഇന്ദ്രന് നിജശക്തിയാൽ. ആ പുഷ്പം ഏവം കൈവിട്ട ശക്രനെ കണ്ടുടൻ മുനി രോഷാവേശത്തോടെ ഈ വണ്ണം ചൊന്നു ശാപവുമേകിനാൻ. മുനി ദുർവാസാവ് മുനി ശപിക്കുകയാണ്. ശ്രീയാൽ പ്രമത്തനായി എന്നെ അവഹേളിച്ചതെന്തു നീ? ധിക്കാരമല്ലേ ഈ നീ ധിക്കാരമല്ലി നീ ആ പൂവ് ആനത്തലയിൽ വെച്ചതും. അപ്പോൾ ഇന്ദ്രൻ അങ്ങനെയൊന്നും കണക്കാക്കിയിട്ടില്ല. അവിടെ മതിച്ച് നിൽക്കുക. ലേശം വെള്ളം അടിച്ചിട്ടുണ്ട്. അതായത് മധു സേവിച്ചിട്ടുണ്ട്. രംഭയോട് അല്ലെങ്കിൽ രംഭ തൊട്ടുള്ള അപ്സരസിനോട് കുറച്ച് ആവേശപൂർവ്വം പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ദോഷങ്ങളും അവിടെയുണ്ട്. ആ സമയത്താണ് ഇത് കിട്ടിയത്. അത് കാരണം പറ്റിയൊരവസ്ഥ. അപ്പോൾ ആ സമയത്തൊന്നും മേടിക്കാൻ പാടില്ല. ഞാൻ കുളിച്ച് വന്നിട്ട് മേടിക്കാമെന്നേ പറയാവൂ. കുളിച്ച് വന്നില്ല, ശുദ്ധമല്ലായിരുന്നു ആ സമയത്ത്. കൊടുത്തത് ആ സമയത്താണ്ട് വാങ്ങി. എന്നിട്ടോ തലമുടിയൊക്കെ കോതി നന്നായിട്ട് വയ്ക്കാമെന്നൊക്കെയാണ് നിരീക്ഷ കേട്ടോ. അതൊക്കെ അബദ്ധം പറ്റി. ഇനി വിഷ്ണുവിന് നേരിച്ചത് അപ്പളേക്ക് കിട്ടിയിട്ട് ഉപയോഗിച്ചില്ലാച്ചാലത്തെ ദോഷം വളരെ മോശമാണ്. ബ്രഹ്മഹത്യാ പാപം വരെ ഉണ്ടെന്നാ. വിഷ്ണുവിനു നിവേദിച്ച ഫലം നീർ തൊട്ടതൊക്കെയും സിദ്ധിച്ച പാടെ ഭോക്തവ്യം ത്യജിക്കിൽ അവൻ ബ്രഹ്മഹത്യാ പാപമുണ്ട് എന്നാണ് അതിൻ്റെ സാരം. ഭാഗ്യത്താൽ സിദ്ധമാം വിഷ്ണു നൈവേദ്യത്തെ ത്യജിക്കും അവനെ ശ്രീയും ബുദ്ധിയും പുരവും തഥാ സിദ്ധിച്ചവാറെ നൈവേദ്യം ഭക്തിപൂർവം ഭുജിപ്പവൻ ഉദ്ധരിക്കും 100 കരിന്തല മുക്തനുമായി വരും. വിഷ്ണുവെ പ്രണമിച്ചെന്നും തൻ നൈവേദ്യം ഭുജിക്കുകയും ഭക്തിയാ പൂജിക്കുകയും ചെയ്യുവോൻ ഭവിക്കും വിഷ്ണുതുല്യനായി. അവനെ തൊട്ട കാറ്റേറ്റാൽ തീർത്ഥവും ശുദ്ധിയാർന്നിടും. തത്പാദരേണുവാൽ മൂഢ മന്യം ചീളന്നു ശുദ്ധമാം. വിഷ്ണുവിനു നിവേദിക്കാതുള്ളതോ മാംസഭക്ഷണം. പുംശ്ചല്യ അന്നം അവീരാന്നം ശൂദ്രശ്രാദ്ധ അന്നസന്നിഭം. ശൂദ്രയാദി ദ്വിജൻ ദാനം ചെയ്തതാം ശിവലിംഗവും ചികിത്സകദ്വിജൻ നൽകും അന്നവും ദേവലാന്നവും. കന്യാവിക്രയിയും യോനിജീവിയും നൽകുമന്നവും. പഴഞ്ചോരെച്ചിൽ എല്ലാരും ഉണ്ട് ശേഷിച്ചോരന്നവും. ശൂദ്രസ്ത്രീപതിയും ദീക്ഷയില്ലാതുള്ളൊരു വിപ്രനും ശൂദ്രപ്രേതം ചുട്ടവനും അഗാമി വിപ്രനും വൃഷവാഹദ്വിജനും ഏവം ഏകുന്നോരന്നവും അവ്വിധം വിശ്വസിച്ചു ചതിക്കുന്നോൻ മിത്രദ്രോഹി കൃതഘ്നനും കള്ളസാക്ഷിയുരപ്പോനും ഏകും അന്നവുമൊക്കെയും ശുദ്ധമാകും വിഷ്ണു നൈവേദ്യത്തെ നിത്യം ഭുജിക്കുകിൽ. അതാണ്. അപ്പോൾ അനവധി പാപം ചെയ്യുന്നവരായിട്ടുള്ള പലരും ബ്രഹ്മഹത്യാപാപം ആണ്. ഗോഹത്യാപാപം, ബ്രഹ്മഹത്യാപാപം, കന്യകളെ വധിച്ചതായിട്ടുള്ള പാപം, അങ്ങനെ ഗുരുപത്നിയെ പ്രാപിച്ചതായിട്ടുള്ള പാപം, ഇതൊക്കെ അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയ.
അങ്ങനെയുള്ളവർ കൂടി വിഷ്ണു നൈവേദ്യം സ്ഥിരമായിട്ട് വിഷ്ണു പ്രസാദം സ്ഥിരമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ മുക്തി കിട്ടുന്ന അത്രയ്ക്കുണ്ട് അതിൻ്റെ പ്രാധാന്യം. അതിനാണ് ഒരു വിലയില്ലാതെ കണ്ട് ഇന്ദ്രൻ ഇങ്ങനെ തെറ്റ് ചെയ്തത്. ശുദ്ധമാകും വിഷ്ണു നൈവേദ്യത്തെ നിത്യം ഭുജിക്കുകിൽ ഹരിഭക്തിയേഴും ചണ്ടാളനും തൻ വംശകോടിയെ സമുദ്ധരിക്കും. അല്ലാത്തോന്നാകാ സ്വകുലരക്ഷയും അറിവൊത്തല്ല എന്നാലും വിഷ്ണു നൈവേദ്യ ഭക്ഷണം 7 ജന്മങ്ങളിൽ ചെയ്ത പാപവും പോക്കും ആ ക്ഷണം. അറിവോടും ഭക്തിയോടും നൈവേദ്യത്തെ ഗ്രഹിക്കിലോ കോടി ജന്മാർജിതം പാപം തീരും സംശയമില്ലതിൽ. ഗർവാൽ ആ പൂവ് നീ ഹസ്തിമസ്തകത്തിൽ വെക്കയാൽ നിന്നെ ത്യജിച്ചു പൂകട്ടെ ലക്ഷ്മി വൈകുണ്ഠമാം പുരം. അപ്പോൾ ഇതുവരെ ശാപം ഉണ്ടായിട്ടില്ല. അത് ഈ കാരണങ്ങളൊക്കെ പറഞ്ഞു. 41-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരിയിലാണ് ശാപം. ഈ ശ്രദ്ധയില്ലാതെ കണ്ട് വിഷ്ണു പ്രസാദത്തെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ശ്രീ നശിച്ചു പോകട്ടെ. നിന്നെ ത്യജിച്ചു പൂകട്ടെ ലക്ഷ്മി വൈകുണ്ഠമാം പുരം. പേടിക്കാ വിഷ്ണുഭക്തൻ ഞാൻ കാലമൃത്യുജരാതിയെ സുരരെയോ വിധിയെയോ മറ്റുള്ളവർ പിന്നെ എന്തുവാൻ. നിന്നച്ഛനാം കശ്യപനും ഗുരുവാം വ്യാഴവും തഥാ നിശങ്കനാമെന്നോട് എന്തു കാട്ടാനാണ് സുരാധിപ. ഈ പുഷ്പം ആർ ചൂടും അവൻ പൂജനായി തീർന്നിടും സദാ. ഈ വാക്കുകേൾക്കെ ദേവേന്ദ്രൻ മുനിതൻ പാദതാരിണ പിടിച്ചുറക്കെ വാവിട്ടാൻ ശോകഭീതികളാൽ മുനെ. ഇന്ദ്രൻ എനിക്കുചിതമാം ശാപമേകി മായാഹരൻ ഭവാൻ. സ്വൽപ്പം ജ്ഞാനം നൽകുക മേ യാചിക്ക നഷ്ടലക്ഷ്മി ഞാൻ. ജ്ഞാനത്തെയും ഭക്തിയെയും മൂടും ഐശ്വര്യമൊന്നു താൻ. ആപത്തിനൊക്കെയും മൂലം മുക്തിമാർഗ കുഠാരവും ശ്രീ മഹാദേവി നമ. അതോടെ എനിക്ക് മറ്റ് ആരെയും പേടിയില്ല എന്ന് ദുർവാസാവ് പറയണമെങ്കിൽ അത്രയും തപശക്തി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇത് പറഞ്ഞോട് കൂടിയിട്ട് കാലു പിടിച്ചു. മുക്തി യാചിച്ചില്ല. അല്ലെങ്കിൽ ഈ ശാപമോക്ഷം സാധാരണ പതിവുണ്ട്, അതുണ്ടായില്ല. എന്നിട്ട് എന്താ ചെയ്തത്? എനിക്ക് ജ്ഞാനം തരൂ എന്ന് പറയണ്ടായത്. അതാണ് മുക്തിമാർഗമായിട്ടുണ്ടായത്. ഇനി മുക്തിമാർഗം ചോദിച്ചത് മഹാവിഷ്ണുവിൻ്റെ അടുത്താണ്. അപ്പോഴാണ് പാലാഴി കടയാനൊക്കെ പറഞ്ഞത്. അവിടെ എല്ലാവരും പറയുന്നുണ്ട്, ശിവനും പറയുന്നുണ്ട്, ലക്ഷ്മി പറയുന്നുണ്ട്, ബ്രഹ്മാവ് പറയുന്നുണ്ട്, വിഷ്ണു പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. മുനി ഐശ്വര്യം ജന്മമരണ രാഗശോകാദി കാരണം അതിൻ കൂരിരുളിൽപ്പെട്ട് കാണാ മുക്തിക്കെഴും വഴി. സമ്പന്മത്തൻ മഹാമൂഢൻ സുരാമത്തനുമാരൊരാൾ ബന്ധുക്കൾ അവനെ ചൂഴ്ന്നു നിൽപ്പൂ ബന്ധുത്വമൊന്നിനാൽ. വിഷയാന്തൻ രാജസികൻ മഹാകാമിയുമാമവൻ കാണില്ല സത്വമാർഗത്തെ മതവിഹ്വലനാകയാൽ. രാജസൻ താമസൻ രണ്ടുമട്ടത്രേ വിഷയാന്തരം. ശാസ്ത്രങ്ങൾ അറിയുന്നോനും അറിയാത്തോനും അങ്ങനെ. ശാസ്ത്രം 2 വിധം മാർഗം തെളിയിക്കുന്നു വാസവ. പ്രവൃത്തി ബീജമൊന്ന് അന്യം നിവൃത്തിക്ക് നിദാനവും. പ്രവർത്തിതൻ ദുഃഖവർമാവിങ്കൽ പ്രാണികൾ ആദ്യമായി ഉന്മത്തരെ പോൽ സ്വച്ഛന്തം വിഹരിക്കുന്നു തുഷ്ടരായി. തേൻ കുഴമ്പെന്നോർത്ത് സുഖം മോഹിച്ചൊടുവിലങ്ങവർ ജന്മമൃത്യുജരാവ്യാധി ക്ലേശത്താൽ ബദ്ധരായി വരും. അനേക ജന്മപര്യന്തമേവം ചുറ്റിക്കറങ്ങവേ സ്വകർമാനുഗുണം നാനായോനിയിൽ പോയി പിറന്നിടും. എണ്ണമറ്റുള്ളോരിലൊരാൾ ഭവക്കടൽ കടക്കുവാൻ നിദാനമാമ സത്സംഗം ഭാഗ്യത്താൽ നേടിയെന്നുമാം. തത്വദീപം കൊണ്ട് മുക്തിമാർഗമ സാധു കാട്ടവേ യത്നം തുടങ്ങും അജീവൻ കർമ്മബന്ധം മുറിക്കുവാൻ. നാനാജന്മങ്ങൾ കൊണ്ട് ഓരോ തപസ്സും ഉപവാസവും ചെയ്തു നേടും ക്രമാൽ ശ്രേഷ്ഠം മുക്തിമാർഗം സുഖപ്രദം. പ്രശ്നോത്തരം കേട്ടു ഭവാൻ ഗുരുവക്രത്തിൽ നിന്നു താൻ. മോഹം നശിച്ചത് ഇന്ദ്രൻ നീ മുനിവാക്യം ശ്രവിക്കവേ. വിരക്തിയും ദിനം തോറും ഏറി വന്നിതു ശക്രനിൽ. മുനിയെ കണ്ടൊരദ്ദേശം വിട്ടിന്ദ്രൻ ചെന്നു നോക്കവേ. അമരാവതിയെ കണ്ടാൻ ദൈത്യർ വന്ന് ആക്രമിക്കയാൽ. പുത്രമിത്രാദികളൊഴിഞ്ഞ ആപത്തിൽപ്പെട്ടു കേഴ്വതായി. പിതൃമാതൃ കളത്രാദിശൂന്യം ശത്രുവശങ്കതം. സ്വപുരം കണ്ടവൻ നേരെ ഗുരുവെ തേടി യാത്രയായി. ഗംഗാതടത്തിൽ ചെന്നപ്പോൾ ബ്രഹ്മധ്യാനൈകനിഷ്ഠനായി. ഗംഗാതോയം തന്നിൽ നിൽക്കും വ്യാഴത്തെ കണ്ടു വാസവൻ. പുളകം പൂണ്ടു കണ്ണീരും വാർത്ത ആനന്ദനിമഗ്നനായി. സൂര്യാഭിമുഖനായി പൂർവമുഖനായി ശ്രേഷ്ഠസേവ്യനായി സർവതോമുഖനായി. വിജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ ഗരിഷ്ഠനായി. വരിഷ്ഠൻ ബന്ധുവർഗത്തിൽ ശ്രേഷ്ഠൻ ഭ്രാതൃജനങ്ങളിൽ ജ്യേഷ്ഠൻ. സുരാരികൾക്കേറ്റം അനിഷ്ടൻ ജപനിഷ്ഠനായി. ധർമ്മിഷ്ഠനാം ഗീഷ്പതിയെ കണ്ടു നിന്നാൻ പുരന്തരൻ. അവിടെ ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ആ ബൃഹസ്പതി വ്യാഴം അല്ലെങ്കിൽ വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ കുറച്ചധികം
നല്ലോണം കാണാൻ സാധിച്ചു. കാരണം ഗുരു കോപം എന്താണ്ടാവുക, വലിയ ദോഷം ചെയ്യും. ആ ഗുരു ഒരുപാട് ഉദാഹരണങ്ങളെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളെ ഉപദേശിക്കുകയാണ്. കുറച്ച് ചീത്ത പറയും ചെയ്യുന്നുണ്ട് ഇന്ദ്രനെ. കേൾക്കാം. ശ്രീ മഹാദേവിയേ നമ. ഓം. ജ്യേഷ്ഠൻ സുരാരികൾക്കേറ്റം അനിഷ്ടൻ ജപനിഷ്ഠനായി ധർമ്മിഷ്ഠനാം ഗീഷ്പതിയെ കണ്ടു നിന്നാൻ പുരന്തരൻ. ഒരു യാമം തീർന്നെണീക്കെ ഗുരുവിൻ പാദതാരിണ കുമ്പിട്ടുറക്കെ വാവിട്ടു വീണ്ടും വീണ്ടും സുരാധിപൻ. മുനിതൻ ശാപവും പിന്നെ ദുർലഭം ജ്ഞാനസിദ്ധിയും വരോപലബ്ധിയും വൈരിവർഗം വിണ്ണാക്രമിച്ചതും ക്രമാൽ വൃത്താന്തം അഖിലം ചൊല്ലിനാനുംബർ നായകൻ. ശിഷ്യൻ്റെ ആ വാക്കു കേട്ടു ബുദ്ധിമാനാം ബൃഹസ്പതി. ചൊന്നാനേവം രോഷവേഗം കൊണ്ടു ചെങ്ങിയ കണ്ണുമായി ഗുരു. എല്ലാം കേട്ടേൻ സുരശ്രേഷ്ഠ കരയായി ഗിതു കേൾക്കനീ. നീതിജ്ഞനായോ നാപത്തിൽ ഭീരുവാവില്ലൊരിക്കലും. നൂനം സമ്പത്തും ആപത്തും കർമാധീനം ചലം സദാ. ചക്രനേമികൾ പോൽ ജന്മം തോറുമീ രണ്ടും അവ്വിധം തൽകർത്താവും ഭവിക്കുന്നു പൂർവകർമ്മവിധേയരായി. ഇപ്പോൾ വളരെയധികം പ്രത്യേകതയോട് കൂടിയിട്ടാണ് അതാത് സന്ദർഭങ്ങൾ ഭഗവാനാൽ നമുക്ക് തരുന്നത്. ഭാഗ്യമായാലും നിർഭാഗ്യമായാലും. കാലക്രമേണ ജഗത പരിവർത്തമാന ചക്രാരപങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി. അങ്ങനെയാണ്. നമുക്ക് എപ്പോഴാണ് ഭാഗ്യം കിട്ടുക അത് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഇതിനെ നിസ്സാരമായിട്ട് കണ്ടില്ലേ, അതൊരു വലിയ കർമ്മദോഷം തന്നെയാണ്. ആദ്യത്തെ ഉപദേശമാണ്. പൂർവജന്മ കർമ്മഫലമായിട്ടാണ് ഇത് കിട്ടണത്. അതിനാണ് നീ ഇല്ലാണ്ടാക്കിയത്. അതിനാൽ അവ വന്നാലും പോയാലും ദുഃഖമെന്തുവാൻ. നന്മയും തിന്മയും രണ്ടും സ്വന്ത കർമ്മ അനുസാരമായി ഭുജിക്കണം മർത്യരെല്ലാം എന്നു താൻ വിധിശാസനം. കൽപ്പകോടികൾ തീർന്നാലും ഭുജിക്കാതവ തീർന്നിടാ. ഭുജിച്ചേ മതിയാവുള്ളൂ നന്മ തിന്മകൾ തൻ ഫലം. വേദങ്ങളേവം ഘോഷിപ്പു സാമവേദത്തിലും തഥാ കാൺമു ശ്രീ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവോട് അരുൾ ചെയ്തതായി. ജനിച്ചനുഭവിച്ചിട്ടും ബാക്കിയാം കർമ്മമൊക്കെയും കർമാനുരൂപം ജന്മത്തിൽ വീണ്ടും തീർക്കുന്നു മൂവരും. കർമ്മത്താൽ താൻ ബ്രഹ്മശാപം, കർമ്മത്താൽ താൻ ശുഭങ്ങളും, കർമ്മത്താൽ താൻ ശ്രീയുമുണ്ടാം ആപത്തും കർമ്മഹേതുവായി. ജന്മകോടികളിൽ ചെയ്ത കർമ്മം ജീവികളെ സദാ നിഴൽ പോൽ പിന്തുടർന്നെത്തും. തിന്നു താൻ അവ തീർക്കണം. ഇപ്പോൾ ഈ പ്രാരബ്ധം ഭുജിക്കാതെ കണ്ട് കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്ടായത്. ഇപ്പം നിനക്ക് ശാപം കിട്ടിയതും ഈ പ്രാരബ്ധം കൊണ്ടാണ് കേട്ടോ ഇന്ദ്ര. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട എന്ന് കേമായില്ലേ. എന്തെങ്കിലും പരിഹാരം ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത് ഇന്ദ്രനെ. അപ്പോഴാണ് ബൃഹസ്പതി ഈ കാര്യം പറയണം. കാലം ദേശം പാത്രം ഇവയ്ക്കെഴും ഭേദങ്ങളാൽ സ്വയം ഏറ്റക്കുറച്ചിലുണ്ടാകാം കർമ്മത്തിൻ്റെ ഫലത്തിനും. ദിനം തോറും ഒരേ വസ്തുദാനത്തിൻ പുണ്യമൊപ്പമാം കോടിക്കണക്കിരട്ടിക്കാം ദിനഭേദങ്ങളാൽ ഫലം. ഒരേ ദേശത്തിൽ വെച്ചേകും ദാനത്തിൻ ഫലവും സമം കണക്കില്ലാതെ പെരുകും ദേശഭേദത്തിനാലതും. ഒരേ പാത്രത്തിലേകുന്ന ദാനത്തിനും ഒരേ ഫലം 100 ഇരട്ടിക്കും പാത്രഭേദത്തിനാൽ അതും. സ്ഥലഭേദം കൊണ്ട് വിളമേനിയേറിയും അവ്വിധം ചുരുങ്ങിയും വരും വണ്ണം പാത്രഭേദത്തിലും വരും. ദാനത്തിൻ്റെ ഫലം തുല്യം സാമാന്യ ദിവസങ്ങളിൽ കറുത്തവാവിനും സംക്രാന്തിക്കും ശതഗുണം ഫലം. ചാതുർമാസ്യ പൗർണമിയിൽ കണക്കില്ലാതെ ഏറിടും ഫലം കോടി ഇരട്ടിക്കും ചന്ദ്രഗ്രഹണ നാളുകളിൽ അതിലും 10 ഇരട്ടിക്കും സൂര്യഗ്രഹണമാവുകിൽ. ഇപ്പോൾ ദാനഫലത്തിൻ്റെ വ്യത്യാസം പറയാം. ഇതിപ്പോൾ ഒരു പുഷ്പം ദാനമായിട്ട് കൊടുത്ത പ്രസാദം. അപ്പോൾ അതിൻ്റെ സദ്ഫലത്തെ മുഴുവൻ സ്വതേ ഇന്ദ്രന് കിട്ടുമായിരുന്നു. ഈ അബദ്ധം വെള്ളമടിച്ചിട്ടില്ല, ഈ അപ്സരസുകളുടെ ഒപ്പം ചിലവാക്കിയിട്ടല്ല വന്ന് വെച്ചാലൊക്കെ കിട്ടിയായിരുന്നു. ബുദ്ധി നേരെ വർക്ക് ചെയ്തില്ല. ദിവസം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ദാനത്തിന് ഫലത്തിൽ വ്യത്യാസം വരും. വ്യക്തി വാങ്ങുന്നയാൾ നല്ലയാളാണെന്ന് വെച്ചാൽ കൂടുതൽ ഫലം കിട്ടും. അതേപോലെ ദേശം, ഇപ്പോൾ നദീതീരം, ക്ഷേത്രം, ചില ആലിൻ്റെ താഴെ ആൽച്ചോട്ടിൽ, അതേപോലെ തുളസിയുടെ ചോട്ടിൽ ഇങ്ങനെയൊക്കെ ആയാൽ കൂടുതൽ ഫലം. ചില തിഥികൾ കറുത്ത വാവ്, വെളുത്ത വാവ് അങ്ങനെയല്ലേ. പിന്നെ ഗ്രഹണം തുടങ്ങിയിട്ടില്ല. അതേപോലെ ജന്മാഷ്ടമി, ശ്രീരാമനവമി ഇങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ദാനം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലാണ് ഫലം. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം ഫലമുണ്ടെന്ന് പറയുകയാണ്. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം അതൊക്കെ പ്രത്യേകം ഫലം. നൂനം അക്ഷയയിൽ പുണ്യമുണ്ടാം അക്ഷയമാം വിധം ഏവം ദാനഫലം കൂടും മറ്റും പുണ്യദിനങ്ങളിൽ. ഇപ്പോൾ ഈ അക്ഷയ തൃതീയ, അക്ഷയ നവമി എന്നൊക്കെ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ബലരാമൻ്റെ ദിവസമൊക്കെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അന്ന് ദാനം ചെയ്യാച്ചാൽ, അന്ന് ശ്രാദ്ധം ചെയ്യാച്ചാൽ ഒക്കെ വലിയ ഫലമാണ് കിട്ടുക.
ജപസ്നാനാദിയാം അന്യകർമ്മങ്ങൾക്കും ഇതേവിധം ഫലസിദ്ധികളുണ്ടാവും. ജീവികൾക്കെന്നതോർക്ക നീ വടി ചക്രം തദ്ഭ്രമണം ശരാവം മണ്ണിവറ്റയാൽ കുടങ്ങളെ കുംഭകാരൻ മെനഞ്ഞുണ്ടാക്കിടും വിധം കർമ്മസൂത്രങ്ങളാൽ ധാതാവേകുന്നു വിവിധം ഫലം. സൃഷ്ടിച്ചതാര് ഇതെല്ലാം ആ പരമാത്മാവിനെയോർക്ക നീ. വിധാതാവിൻ വിധാതാവ്, പാലകൻ തൻ്റെ പാലകൻ, ഹർത്താവ് തൻ സംഹർത്താവും കാലകാലനുമാണവൻ. മഹാവിപത്തിൽ ഈ മന്നിൽ ഈ കൃഷ്ണനെ ഭജിക്കുകിൽ ഉണ്ടാം ആപത്തിലും സമ്പത്ത് എന്നോതുന്നു മഹാശിവൻ. എന്നോതി ഇന്ദ്രനെ കെട്ടിപ്പുണർന്നും കൊണ്ടു ഗീഷ്പതി ശുഭ ആശിസ്സുകളും നൽകി ബോധവാനാക്കി നാരദ. സ വിധാത വിധാതുശ്ച പാതു പാദാ ജഗത്രയേ സ്രഷ്ടു സ്രഷ്ടാച്ച സംഹർത്തു സംഹർത്ത കാലകാലകാഹ. മഹാവിപത്തൗ സംസാരേ യഹ സ്മരേത് മധുസൂദനം വിപത്തൗ തസ്യ സമ്പത്തി ഭവേത് ഇതി ആഹ ശങ്കര. അപ്പോൾ മഹാദേവൻ വിഷ്ണുവിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. എല്ലാം വിധിക്കുന്നത് മഹാവിഷ്ണു, പാലനം ചെയ്യുന്നത് മഹാവിഷ്ണു. എല്ലാ പാപങ്ങളെയും ഹരിക്കുക എന്ന കാലസ്വരൂപിയായിട്ടുള്ള ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ ഏത് ആപത്തിൽ വിളിച്ചാലും മഹാവിഷ്ണു രക്ഷിക്കും. എത്ര വലിയ ആപത്തായാലും മഹാവിഷ്ണുവും ലക്ഷ്മിയും കൂടിയിട്ട് രക്ഷിക്കുക തന്നെ ചെയ്യും. ആ മഹാവിഷ്ണുവിനെ മറന്നാലോ അപ്പോഴാണ് ശരിക്കും ആപത്തുണ്ടാവുക. ഓർമ്മിച്ചാൽ സമ്പത്ത്, മറന്നാൽ ആപത്ത്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഇങ്ങനെ ധ്യാനിക്കൂ എന്ന് മഹാദേവൻ നിയമമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ വല്ലാത്തൊരു ഉപദേശമാണ് അവിടെ കൊടുത്തത്. സർവസമ്പത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള മഹാലക്ഷ്മിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക്, പാലകൻ എന്ന നിലയ്ക്ക്, സാത്വിക ശുദ്ധ സാത്വിക രൂപത്തിലുള്ള ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ എന്ത് വാക്കായാലും വേണ്ടില്ല, പ്രസാദമായാലും വേണ്ടില്ല, മാലയായാലും വേണ്ടില്ല, നേദ്യമായാലും വേണ്ടില്ല, അർച്ചിച്ച പൂക്കളായാലും വേണ്ടില്ല, ആ പാദധൂളിയായാലും വേണ്ടില്ല, പാദതീർത്ഥായാലും വേണ്ടില്ല, അതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തിന് ആ ഭക്തന്മാരെ സേവിച്ചാൽ മതി. ഈ പുണ്യമൊക്കെ കിട്ടും, ഈ ഫലമൊക്കെ കിട്ടും. അതിനുള്ള അവസരം കിട്ടിയിട്ടും അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതാണ് ആപത്ത്. അതല്ലെങ്കിൽ എല്ലാ ആപത്തുകളും ഇതേപോലെ തീർക്കാനും ഈ മഹാവിഷ്ണു സേവ, മഹാലക്ഷ്മി സേവ ചെയ്താൽ മതി എന്ന് അവിടെ ദുർവാസാവിനെ സ്മരിച്ചുകൊണ്ട് തന്നെ വസിഷ്ഠ മഹർഷി ഇന്ദ്രനോട് പറഞ്ഞു. ലക്ഷ്മിയെയും വിഷ്ണുവിനെയും നമസ്കരിച്ചുകൊണ്ട് ഇത് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോൾ ഇന്ദ്രന് നല്ല ബുദ്ധിയായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതും കൂടി പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുർവാസാശാപം എന്ന 40-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇനി 2 അധ്യായങ്ങളെ കൊണ്ട് ആ അമ്മ അവതരിക്കുന്നതും അതേപോലെ പാലാഴി മഥനം ചെയ്ത് അമൃത് കിട്ടുന്നതും ധന്വന്തരിയായിട്ട് വരുന്നതും, തുടർന്ന് എല്ലാവർക്കും അത് എല്ലാം കിട്ടി. ആ മഹാവിഷ്ണു ലക്ഷ്മിയും കൂടിയിട്ട് വിവാഹം കഴിച്ചപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ആ ലക്ഷ്മിയെ പൂജിക്കുന്നതായിട്ടുള്ള രംഗത്തെ 2 അധ്യായങ്ങളെ കൊണ്ട് പറയണം. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി